ഈ മുടക്കപ്പെട്ട വട്ടശ്ശേരിയെ പറ്റി പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗക്കാരൊരു വോയിസ് ക്ലിപ്പ് ഇറക്കിയിരിക്കുകയാണ്. ഇത് ഈ വാട്സാപ്പിൽ കൂടെ കറങ്ങി എന്റെ അടുത്ത് വന്നിട്ട് പല ആളുകൾ ഇതിനെ പറ്റി ഒരു മറുപടി പറയണം. എന്ത് കാര്യത്തിന്? അജ്ഞാതരായ 2 സുഹൃത്തുക്കളുടെ ശബ്ദരേഖയാണത്. രണ്ടുപേരും തമ്മിൽ പറയുന്നു. സ്റ്റേജിൽ ഡ്രാമ. ആരാണെന്ന് 2 ശബ്ദം കേൾക്കാം നമുക്ക്. അപ്പോൾ വളരെ പ്രമുഖരായ ആളുകളൊക്കെ എന്നോട് പറയും, ഇത് നട്ടർ ചെയ്യണം കേട്ടോ, എന്ത് വലിയ കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കും കിട്ടിക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാനത് പ്ലേ ചെയ്യാം. എന്റെ ഒരു സംശയം, ഇവിടെ 1923 നമ്മുടെ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി മൊസൂളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഈ സിറിയക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ മുടക്ക് ഇല്ലേ? ഈ യാക്കോബക്കാരുടെ ഭാഷ എന്താണ് അതിനെപ്പറ്റി? ഇവരിപ്പോഴും വിശ്വസിക്കുന്നത് വടശ്ശേരി തിരുമേനി മുടക്കപ്പെട്ടവനാണെന്നാണോ അതോ അല്ലെന്നാണോ? എന്താണ് ആൾക്കാരുടെ ചിന്ത അതിനെപ്പറ്റി? എങ്ങനെയാണ് മുടക്കപ്പെട്ടവനാണെങ്കിൽ ഇവിടെ ചെല്ലുമ്പോൾ ഇത്രയധികം ആൾക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാരണം എന്താ? 1900 അതായത് ഒരു വ്യക്തി ചോദിക്കുകയാണ്, 1923 വട്ടശ്ശേരിയിൽ തിരുമേനി മൊസൂളിൽ സന്ദർശിക്കുമ്പോൾ എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ്. ഈ ഫോട്ടോയിൽ കുറെ ആളുകൾ നിൽക്കുന്നു. അപ്പൊ ഇവരെല്ലാം വട്ടശ്ശേരി തിരുമേനിയെ സ്വീകരിക്കാൻ വലിയ ജനം കൂടിയെന്നാണ് ഇവര് ഭാഷ്യം. അപ്പൊ എങ്ങനെയാണ് ഇത്രയും മുടക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഇതുപോലെ ആളവിടെ കൂടിയത്? ഒരു ഫോട്ടോയാണ്, വീഡിയോ ഒന്നുമല്ല. ദിസ് ഫോട്ടോ പ്രൂഫ്സ് നത്തിങ്. ഈ ഫോട്ടോ ഒന്നും തെളിയിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇവർ വലിയ സിദ്ധാന്തം ഉണ്ടാക്കുക. അപ്പോൾ ഒരു ആള് ചോദിക്കുന്നു, വേറൊരു പണ്ഡിതൻ മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ചോദ്യം കേട്ടല്ലോ, യാക്കോബക്കാര് വിഡ്ഢികളാണെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞു വെച്ചത്. അപ്പോൾ യാക്കോബക്കാരുടെ മണ്ടത്തരം, ആ മണ്ടത്തരത്തിന് ഇദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. നമുക്കിപ്പോ അദ്ദേഹം കൊടുക്കുന്ന മറുപടി കേൾക്കാം. ശ്രദ്ധിച്ച് കേട്ടോണം. 11 വടശ്ശേരി തിരുമേനിയെ അബ്ദുള്ള പാത്രിയർക്കീസ് മുടക്കുന്നത്. അദ്ദേഹം തിരിച്ചുപോയി. എടാ, ഇവനെയാണ് തിന്നോണ്ടാ ഇത് പറയുന്നത്. നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് കേൾക്കണം. തിന്നു കഴിഞ്ഞിട്ട് പറയണം. ഒരു സാമാന്യ മര്യാദയൊക്കെ വേണ്ടേ? ഫോണിൽ സംസാരിക്കുമ്പോൾ ചില ആളുകൾ തിന്നോണ്ട് സംസാരിക്കും. അതുപോലെ കക്കൂസിലിരിക്കുക, ഫ്ലഷ് അടിച്ചുകൊണ്ട് സംസാരിക്കുക. ഈ സംസാരിക്കുന്നവന്റെ വാക്കുകളിൽ നിന്ന് ഇവൻ ന്യൂയോർക്കിൽ അങ്ങോട്ട് താമസിക്കുന്ന ഒരുത്തനാണെന്നാണ് കേട്ടത്. എടാ, നീ ന്യൂയോർക്ക് വരെ വന്നതല്ലേ? നീ ബേസിക് മാനേഴ്സ് പഠിക്കും. നീ സംസാരിക്കുമ്പോൾ വായിലിട്ട് ചവച്ചുകൊണ്ട് സംസാരിക്കുക. അറപ്പ് വരും കേൾക്കുന്നവർക്ക്. അതുപോലെ കക്കൂസിലിരിക്കുക, കൊപ്പിളിക്കുക, ഫ്ലഷ് അടിക്കുക, അതിൻ്റെ കൂടെ ഇരുന്ന് വട്ടശ്ശേരിയിൽ, അത് കറക്റ്റ് സ്ഥലത്താണ് നീ ഇരിക്കുന്നത്. ഏതായാലും കേക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവൻ ആ കൊപ്പിളിക്കുകയും തിന്നുകയും ഒക്കെ ചെയ്തുണ്ട്. ഇത് ഏതവനാ ഇത് പറയുന്നെങ്കിലും ഞങ്ങളൊക്കെ കേൾക്കുന്ന മര്യാദയ്ക്ക് ഇരുന്ന് വേണം നീ സംസാരിക്കാൻ. ഏതായാലും കേക്ക്. വടശ്ശേരി തിരുമേനിയെ അബ്ദുള്ള പാത്രിയർക്കീസ് മുടക്കുന്നത്. അദ്ദേഹം തിരിച്ചുപോയി കഴിഞ്ഞപ്പം അന്ത്യോക്യയുടെ ഒറിജിനൽ പാത്രിയർക്കീസ് ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ അബ്ദുൽ മഷിയ പാത്രിയർക്കീസ്. മറ്റേ പുള്ളിക്ക് ഫർമാൻ ഉണ്ടെന്നേ ഉള്ളൂ, പുള്ളിയല്ല ഒറിജിനൽ പാത്രിയർക്കീസ്. ഇനി കാനോനികമായിട്ടും പുള്ളിയല്ല. കാനോനികമായിട്ട് ഈ പറയുന്ന ഫർമാൻ പിൻവലിക്കപ്പെട്ട ആൾ തന്നെ പാത്രിയർക്കീസ് ആയിട്ടിരിക്കണമെന്നാണ് കാനോൻ പറയുന്നത്. പുള്ളി വന്നിട്ടാണ് ഇവിടെ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ അബ്ദുള്ള പാത്രിയർക്കീസ് ഇവിടെ വന്ന് കാണിച്ച വൃത്തികേട് മുഴുവൻ റദ്ദാക്കി. പറഞ്ഞു മനസ്സിലായോ? വടശ്ശേരി തിരുമേനിയുടെ മുടക്കം മാറ്റി ഇതെല്ലാം റദ്ദാക്കി കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ആരും അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ഏതാ ഈ പട്ടത്തത്തിനോ വിശുദ്ധ മൂറോനോ അങ്ങനെ ഒന്നും അതിനെല്ലാം ഉള്ള പൂർണ്ണ അവകാശം ഈ സഭയ്ക്കുണ്ട്. അപ്പോൾ വടശ്ശേരി തിരുമേനി 1923 ഈ മർദീൻ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അത് പോകുന്നത് ഈ സഭയിൽ സമാധാനം ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. അതായത് കൊല്ലാൻ പോലും മടിക്കുകയില്ലാത്ത ഇവരുടെ കൂടെ അന്ന് വടശ്ശേരി തിരുമേനിയുടെ കൂട്ടത്തിൽ ഈ കുന്നംകുളത്തു നിന്നുള്ള അജാനുവാഹക്കളെ 2 മല്ലന്മാരും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് വടശ്ശേരി തിരുമേനിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി. അപ്പൊ നമ്മൾ കേൾക്കുന്നത്, ഇദ്ദേഹം പറയുന്നത് അന്ത്യോക്യയുടെ ഒറിജിനൽ പാത്രിയർക്കീസ് വന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആയിരുന്ന അബ്ദുൽ മിശിഹായെ പാത്രിക സ്ഥാനത്ത് നിന്ന് പുറത്താക്കി എന്നും പകരം അബ്ദുള്ള പാത്രിയർക്കീസിനെ സ്ഥാനത്തേക്ക് ഉയർത്തിയെന്നും കൃത്യമായിട്ട് മലങ്കര സഭയിൽ അറിയിച്ചിട്ടുള്ളതാണ്. മലങ്കര സഭയിൽ അറിയിക്കുകയും ആ അറിവ് കിട്ടിയതനുസരിച്ച് അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്ത ജോസഫ് മാർ ദിവന്നാസിയോസ്, പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസിയോസ് ഈ കാര്യം മലങ്കര സഭയിലെ പള്ളികളെ കൽപ്പന മുഖാന്തരം അറിയിച്ചിട്ടുള്ളതുമാണ്.
ഇത് മലങ്കര ഇടവക പത്രികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ വളരെ സന്തോഷമുണ്ടെന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ് എന്നും പ്രഖ്യാപിച്ചിട്ടുള്ള, എന്ന് പറഞ്ഞാൽ മലങ്കര സഭയിൽ കൃത്യമായി പാത്രിയർക്കീസ് ആരാണ്, യഥാർത്ഥ പാത്രിയർക്കീസ് ആരാണ് എന്ന് കൃത്യമായി അറിയിച്ചിട്ടുള്ളതാണ്. അത് മലങ്കര സഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. മലങ്കര മെത്രാപ്പോലീത്ത കൽപ്പനയിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. ഇത്രയും വസ്തുതകളായി നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗക്കാർ നുണ പറയുന്നത് യഥാർത്ഥ പാത്രിയർക്കീസ് വന്നു. നിങ്ങൾ ഓർക്കണം, ഇവരെത്ര വലിയ നുണയന്മാരാണ്. ചെറിയ നുണയന്മാരല്ല, വലിയ സാമാന്യം വലിപ്പമുള്ള നുണയന്മാർ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇത് വസ്തുതയാണ്. അപ്പൊ ആ വസ്തുത നിലനിൽക്കുമ്പോഴാണ് ഇവര് ഈ പിൻവാതിലിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ മുടക്ക് വാങ്ങിച്ച ഈ വട്ടശ്ശേരി തന്നെ മുടക്കിയ പാത്രിയർക്കീസ് കാലം ചെയ്ത് കഴിഞ്ഞ് പുതിയ പാത്രിയർക്കീസ് വന്നു. 1917 മഹാപരിശുദ്ധനായ ഏലിയാസ് തൃതീയൻ ബാവ സ്ഥാനമേറ്റു. ഈ ഏലിയാസ് തൃതീയൻ ബാവയെ കണ്ട് കാലിൽ വീണ് മുടക്ക് നീക്കാൻ വേണ്ടിയാണ് വട്ടശ്ശേരി ദീവന്നാസ്യോസ് മൊസൂളിലേക്ക് പോയത്. വട്ടശ്ശേരി ദീവന്നാസ്യോസിന്റെ മൊസൂൾ സന്ദർശനം. വട്ടശ്ശേരി ദീവന്നാസ്യോസ് എന്തിനാണ് മൊസൂളിൽ പോയത്? ഇന്ത്യൻ ഓർത്തഡോക്സുകാര് വോയിസ് ക്ലിപ്പ് ഇറക്കി കളിക്കുമ്പോൾ നിങ്ങൾ പറയണം, വട്ടശ്ശേരി ദീവന്നാസ്യോസ് എന്തിനാണ് മൊസൂളിൽ പോയത്? കാഴ്ച കാണാനാണോ? കാഴ്ച ബംഗ്ലാവ് കാണാനാണോ? അതോ കാറ്റ് കൊള്ളാനാണോ? അതോ കപ്പലണ്ടി വാങ്ങാനാണോ? എന്തിനാണ് പോയത്? പോയതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അവിടെ തന്നെ വല്ല ദൈവശാസ്ത്ര സമിതിയും യോഗം ചേരുന്നതിന് ഇദ്ദേഹത്തെ ക്ഷണിച്ചതാണോ? അല്ല. ഇദ്ദേഹം ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവായുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് മുടക്ക് തീർത്ത് തിരിച്ചു വരാനുള്ള ഉദ്ദേശത്തിന് പോയതാണ്. ആ യാത്രയാണ്. മൊസൂളിലാണ് ഈ ചിത്രം എടുത്തത്. മൊസൂളിലാണ് അന്ന് ഏലിയാസ് തൃതീയൻ ബാവ താമസിക്കുന്നത്. അന്ന് പാത്രിയർക്കീസിന്റെ ആസ്ഥാനം യെരുശലേമിൽ നിന്ന്, അബ്ദുള്ള പാത്രിയർക്കീസിന്റെ കാലത്ത് യെരുശലേമായിരുന്നു ആസ്ഥാനം. യെരുശലേമിൽ നിന്ന് മൊസൂളിലേക്ക് മാറ്റിയിരുന്നു. ഏലിയാസ് തൃതീയന്റെ കാലത്താണ് മാറ്റുന്നത്. അപ്പൊ താൽക്കാലികമായിട്ട് അദ്ദേഹം അതിനു മുമ്പും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മൊസൂളിലായിരുന്നത് കൊണ്ട് ഏലിയാസ് തൃതീയൻ ബാവ മൊസൂളിലായിരുന്നുണ്ടായിരുന്നത് കൊണ്ട് ബാവായെ കാണാൻ വേണ്ടി, രാജാവ് ഇരിക്കുന്നിടത്ത് ആണ് ആസ്ഥാനം എന്ന് പറയുന്ന പോലെ പാത്രിയർക്കീസ് എവിടെ ഇരിക്കുന്നു അവിടെയാണ് പാത്രിയർക്ക് ആസ്ഥാനം. മർദിനിൽ ഇരിക്കുമ്പോൾ മർദിനിലാണ് ആസ്ഥാനം, അന്ത്യോക്യയിൽ ഇരിക്കുമ്പോൾ അന്ത്യോക്യയിലാണ് ആസ്ഥാനം, ജെറുസലേമിൽ ഇരിക്കുമ്പോൾ ജെറുസലേമാണ് ആസ്ഥാനം, മൊസൂളിൽ ഇരിക്കുമ്പോൾ മൊസൂളാണ് ആസ്ഥാനം. അങ്ങനെ മൊസൂളിൽ മത്തായി ദയറായിലാണ് ഏലിയാസ് തൃതീയൻ ബാവ ഉണ്ടായിരുന്നത്. ഏലിയാസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയെ കാണാൻ വേണ്ടി മലങ്കരയിൽ നിന്ന് ഒരു മെത്രാപ്പോലിത്ത ചെല്ലുന്നു. അപ്പോ മുടക്കപ്പെട്ടവനായ ഒരു മെത്രാൻ അവിടെ ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യണം? വടിയെടുത്ത് പുറത്തിനിട്ടടിക്കണം. അങ്ങനെയാണ് ഇവർ ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെ മർദ്ദിക്കുമായിരിക്കും എന്ന് ഈ വികടൻ ചിന്തിക്കുക. അത് ക്രിസ്ത്യാനികൾക്ക് അടുത്ത ഒരു മാർഗമല്ല. താൻ വികടനായതുകൊണ്ടും വികട പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ടും അവിടെ ചെല്ലുമ്പോൾ മർദ്ദിക്കുമായിരിക്കും. 4 മണിക്കൂർ വെച്ച് തനിക്ക് കാവൽ നിൽക്കുവാൻ മല്ലന്മാരെ നിയോഗിച്ചിരുന്നു എന്ന് ഇവര് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ഗുണ്ടായിസമാണ്, ഗുണ്ടകള്. ഇന്ത്യൻ ഓർത്തഡോക്സുകാര് സ്വന്തം ചെലവിൽ അവരച്ചടിച്ച പ്രസിദ്ധീകരണത്തിൽ പറയുകയാണ് ഗുണ്ടകളെ നിയമിച്ചിരുന്നു. അപ്പൊ നിരന്തരമായിട്ട് രാവും പകലും ഗുണ്ടകളുടെ സംരക്ഷണത്തിലും ഗുണ്ടകളുടെ സാന്നിധ്യത്തിലും ഗുണ്ടകളുടെ നടുവിൽ സഞ്ചരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എത്ര അപകടകാരിയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇദ്ദേഹം മെത്രാനാകാൻ യോഗ്യനല്ല എന്ന് പരിമലത്തിന് മേനി പറഞ്ഞത് എത്ര കറക്റ്റാണ്. നിർഭയമായി സ്വാത്വികനായി സഞ്ചരിക്കുകയല്ല. മടിയിൽ ഖനമില്ലാത്തവൻ വഴിയിൽ പേടിയില്ലാതെ സഞ്ചരിക്കും. മടിയിൽ ഖനം വളരെയധികം ഉണ്ടായിരുന്നു വട്ടശ്ശേരിയിൽ ഗീവറീസ് മൽപ്പാന്. അതുകൊണ്ടാണ് ഗുണ്ടകളുടെ സഹായത്തോടെ ഇപ്പൊ ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ വോയിസ് ക്ലിപ്പിൽ ആ വോയിസ് ക്ലിപ്പ് ഇട്ട മഹാൻ തന്നെ പറയുന്നു, നോക്ക്, വട്ടശ്ശേരിയിൽ ഗുണ്ടായിസമായിരുന്നു. കേട്ടോ, മർദ്ദീൻ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. അത് പോകുന്നത് ഈ സഭയിൽ സമാധാനം ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. അതായത് കൊല്ലാൻ പോലും മടിക്കുകയില്ലാത്ത ഇവരുടെ കൂടെ അന്ന് വട്ടശ്ശേരി തിരുമേനിയുടെ കൂട്ടത്തിൽ ഈ കുന്നംകുളത്തു നിന്നുള്ള അജാനുബാഹുക്കളെ 2 മല്ലന്മാരും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് വട്ടശ്ശേരി തിരുമേനിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി.
അദ്ദേഹം അവിടെ ചെന്നപ്പോൾ സ്വീകരിക്കപ്പെടുന്നത് കണ്ടോ, വട്ടശ്ശേരി തിരുമേനിയുടെ കൊട്ടേഷൻ എടുത്ത് കുന്നംകുളത്ത് നിന്ന് അജാനുബാഹുക്കളായ മല്ലന്മാർ എന്തിനാണ് പാവം സിറിയക്കാരുടെ അടുത്തേക്ക് കൊല്ലാൻ മടിക്കുകയല്ലെന്ന് തന്നോട് ആരാടോ പറഞ്ഞ? ആരാണ്? എത്ര പേരെയാ സിറിയക്കാർ കൊന്നത്? കൊല്ലപ്പെട്ടവരുടെ സഭയാടോ ഇത്? കഞ്ഞിക്കുഴി കഴുതൈ കൊല്ലാൻ മടിക്കുകയില്ല. കൊല്ലാൻ മടിക്കില്ലാത്തവരുടെ ആസ്ഥാനത്തേക്കാണ് നീ പോയത്. കൊല്ലപ്പെട്ടവന്റെ സഭ, കൊല്ലപ്പെട്ടവന്റെ മാർഗം, കൊല്ലപ്പെട്ടവന്റെ അനുയായികളാണ്. അന്ന് സൈഫോയ്ക്ക് ശേഷമാണ് ലക്ഷക്കണക്കിന് സുറിയാനിക്കാർ തുർക്കി ഭീകരന്മാരുടെ കൊലക്കത്തിക്കിരയായി. ഏകദേശം 12 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു. വലിയ രക്തപ്പുഴ നീതി കടന്ന് ഇരിക്കുന്ന ഒരു സഭയാണ്. അവരെ പറ്റിയാണ് ഇവൻ അപവാദം പറയുന്നത്. അവർ കൊല്ലാൻ അവിടെ ഇരിക്കുക. കൊല്ലപ്പെട്ടവരാണ്, കൊല്ലപ്പെടുന്നവരാണ്, നാൾതോറും കൊല്ലപ്പെടുന്നവരാണ്. 21-ാം നൂറ്റാണ്ടിലും കൊല്ലപ്പെട്ടവർ സഭയിലുണ്ടെങ്കിൽ അത് ആ സഭയാണ്. അവരെ പറ്റിയാണ് ഇവൻ തോന്നിവാസം പറയുന്നത്. എന്തിനാണ് ഇയാള് ലെജിറ്റിമേറ്റ് പാത്രീസിനാൽ വാഴിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഈ കൊല്ലുന്ന തിന്നുന്ന ഈ ഭീകരന്മാരെ എന്തിനു കാണാൻ പോയതാണ്? സഭയിൽ സമാധാനം ഉണ്ടാക്കാൻ ചർച്ചയ്ക്ക് പോയതാണെന്നല്ല, ഇവന്റെ മുടക്ക് മാറ്റുവാൻ. മുടക്കപ്പെട്ട വികടൻ വട്ടശ്ശേരി ഏലിയാസ് തൃതീയൻ ബാവായെ കണ്ട് മുടക്ക് നീക്കാൻ പോയ യാത്രയാണ്. മുടക്കപ്പെട്ടവനായ വികടൻ സഭയുടെ സ്ഥലത്ത് ചെല്ലുമ്പോ ദൈവികമായ ക്രിസ്തീയമായ സ്നേഹത്തിൽ അവർ സ്വീകരിക്കും. കാരണം ധൂർത്തനായ പുത്രൻ വരികയാണ്. പന്നിയുടെ മണമാണ്. വാളവര തിന്നാൻ ആഗ്രഹിച്ചിട്ട് അതുപോലും കിട്ടാതെ ഗതികെട്ട് ധൂർത്തപുത്രൻ വരുമ്പോൾ ആഡംബര സമേതം ഇരിക്കുന്ന, മാന്യനായിരിക്കുന്ന, വൃത്തിക്കിരിക്കുന്ന ആ പിതാവ് എന്ത് ചെയ്യാണ്? ഓടിച്ചെന്ന് അവനെ, നിന്നെ നാർന്ന് നീ പോയി ഒന്ന് കുളിച്ചേച്ചു വാ, ഞാൻ നിന്നെ ഒന്ന് ആലിംഗനം ചെയ്യാമെന്നല്ല പറഞ്ഞത്. ആ ദൈവിക സ്നേഹമാണത്. ഈ നാറി വരുന്ന പന്നിയുടെ മണമുള്ള ഈ വാളവര പോലും കിട്ടാതെ ഗതികെട്ട് വരുന്ന ഈ ദാരിദ്ര്യ പേക്കോലത്തെ സ്വീകരിക്കുകയാണ്. അതുപോലെ മുടക്കപ്പെട്ട് ദുർവൃത്തനായി, ദ്രവ്യാഗ്രഹിയായി, സ്ത്രീലമ്പടനായി, എല്ലാ കൃപാവരങ്ങളും നഷ്ടപ്പെട്ടവനായി, ഒരു പാപിയായി, അനുതാപിയായി സഭയുടെ ആസ്ഥാനത്തേക്ക് ചെല്ലുന്ന വട്ടശ്ശേരിയെ അവർ സ്വീകരിക്കും. പാപികളെ കൈക്കൊള്ളുന്നതാണ് കർത്താവിന്റെ മാർഗം. അതുകൊണ്ട് വികടനായാലും അവിടെ ചെന്നാൽ അവർ സ്വീകരിച്ചു. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞൊരു ഫോട്ടോയും എടുത്തു. അതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. ഈ ഫോട്ടോ വെച്ചിട്ട് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ കുക്ക് ചെയ്യുന്ന കഥകൾ, കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ് നമുക്ക് കേൾക്കാം. ഒരു രസം, ചുമ്മാ കേട്ടോ. അബ്ദേദ് മശിഹ പാത്രീസാണ് യഥാർത്ഥ പാത്രീസ് എന്ന് അമ്മക്കറിയും. അവിടെയുള്ളവർക്കറിയാം അബ്ദേദ് മശിഹ പാത്രീസായിരുന്നു യഥാർത്ഥ പാത്രീസ് എന്നും. അദ്ദേഹം 1915 കാലം ചെയ്ത് അവിടെ കവറടങ്ങി. അതിനുശേഷം 8 വർഷം കഴിഞ്ഞാണ് വട്ടശ്ശേരി തിരുമേനി അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ അബ്ദേദ് മശിഹ പാത്രീസ് കൊടുത്ത കൽപ്പനകളും അബ്ദേദ് മശിഹ പാത്രീസിനെ കവറടക്കിയത് ഇതെല്ലാം അറിയാവുന്നവർക്ക് അവർക്കറിയാം, അവർക്ക് ബോധമുണ്ട്. അവർ അന്നത്തെ കാലത്ത് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി എല്ലാ ആദരവുകളോട് കൂടി സ്വീകരിച്ചു. ഇവന്മാരല്ലേ പറയുന്നത് തിരിച്ചില്ലെന്ന്. ഇവന്മാർ ഇപ്പൊ പറയുന്നുണ്ടെന്ന് തോന്നില്ല. ഇവന്മാർ ഇപ്പൊ തള്ളി ഈ തള്ളൽ. എടാ, ഇത് എവിടെയാ സ്വീകരിച്ചിരിക്കുന്നേ? മൊസൂളില് പാത്രീസ് ആസ്ഥാനത്ത്, അതായത് ഏലിയാസ് തൃതീയൻ ബാവ ഇരിക്കുന്ന ആസ്ഥാനത്താണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അവിടെ ഏലിയാസ് തൃതീയൻ പാത്രീസ് ബാവ അറിയാതെ വട്ടശ്ശേരി ആരോ സ്വീകരിച്ചെന്നാണ് ഇവൻ പറഞ്ഞു വരുത്തുന്നത്. അതായത് ഏലിയാസ് തൃതീയൻ പാത്രീസ് ബാവയുടെ ആതിഥ്യ മര്യാദ, അല്ലെങ്കിൽ ഔദാര്യം, അല്ലെങ്കിൽ ബെനവലൻസ്, അല്ലെങ്കിൽ നാടൻ ഭാഷ പറഞ്ഞ പിച്ച, സുറിയാനിക്കാരന്റെ വെറും പിച്ചയാണ് ഈ ചിത്രം. അവരുടെ ഔദാര്യം പറ്റാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ആട്ടി ഓടിച്ചേക്കാമെന്ന് ഭയപ്പെട്ട് ഗുണ്ടകളുമായിട്ടാ പോയെന്ന് ഇവൻ തന്നെ പറയാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അവരങ്ങനല്ല ചെയ്തു. പിന്നെയും നന്നായാലോ എന്ന് വെച്ച് അവർ സ്വീകരിച്ചു. നന്നാകുകയല്ല, ഇത് വിഷപ്പാമ്പിനാണ്. എത്ര പാല് കൊടുത്താലും പാമ്പ് സ്വഭാവം മാറ്റില്ല, വിഷപ്പാമ്പ് തന്നെയാണെന്ന് വീണ്ടും തെളിയിച്ചു ആ വട്ടശ്ശേരി. നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിക്കാൻ വേണ്ടി ഇവന്മാരിങ്ങനെ ക്ലിപ്പ് ഇറക്കുന്നത്. അപ്പൊ ബാക്കി ക്ലിപ്പ് കേട്ടാം. ഫാക്ടറി ഉള്ളവരൊക്കെ പറയുന്നുണ്ട്, അല്ലാതെ നേതൃത്വമുള്ളവരെന്ന് പറയുന്നില്ല. വട്ടശ്ശേരി തിരുമേനി 1923 ഈ മൂസലിലെ മർത്തോമാസ്ലിഹയുടെ നാമത്തിലുള്ള പള്ളിയിലാണ് ഈ സ്വീകരണം നടക്കുന്നത്. അതിന്റെ ഫോട്ടോ നമ്മുടെ അവിടെ പല പള്ളികളിലും പല തയ്യാറാകളിലും പല ആശ്രമങ്ങളിലും ഒക്കെ തിരുമേനി പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ സ്വീകരണം നടന്നിട്ടുണ്ടാവും. അതിനൊന്നും ഫോട്ടോ ഇരുന്നുള്ളൂ. എടാ, ഇത് കേക്ക്. ഇത് പാത്രീസ് ബാവായി ചെന്ന് കാല് പിടിക്കാൻ വേണ്ടി ചെന്നതാണ്. അവിടെ ഒരു ചിത്രം എടുത്തു എന്ന് പറഞ്ഞ് ഇവന് കഥയുണ്ടാക്കാണ്. അവിടെയുള്ള പള്ളികളിലെല്ലാം വലിയ സ്വീകരണം വട്ടശ്ശേരിക്ക് കിട്ടിക്കാണും. പക്ഷെ ഫോട്ടോ ഇല്ലെന്നേ ഉള്ളൂ. ഇല്ലാത്ത ഫോട്ടോ സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. സ്വപ്നത്തിൽ കെട്ടുകയാണ് കോട്ടകൾ.
വൈഡൂര്യക്കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാനും ഗതിയില്ലാത്തോനെന്തും വീമ്പളക്കാം എന്ന് നമ്മുടെ യോധാ സിനിമയ്ക്ക് അത് പാടുന്ന പോലെ ഇവന്മാരിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുകയാണ്. സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കരന്മാര്. അങ്ങനെയൊന്നുമില്ല. അവിടെ ഈ ഒരിടത്തെ ചെന്നിട്ടുള്ളൂ. അവിടെ ചെന്നപ്പോ ഇദ്ദേഹം കാല് പിടിച്ച് കരഞ്ഞു. അങ്ങനെ അനുതാപിയായ വട്ടശ്ശേരി മൽപ്പാനോട് ചേർന്ന് സുറിയക്കാർക്ക് പെട്ടെന്ന് മനസ്സലിഞ്ഞു. അവരോർത്ത് നേരായിരിക്കും എല്ലാവരുടെ ചേർന്നൊരു പടം എടുത്തു. അല്ലാതെ അവിടെ വ്യാപകമായി സ്വീകരണ പരിപാടികളും പ്രചരണ വാഹനം, ഇതാ ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു, ഈ വാഹനത്തിന് പിന്നാലെ മലങ്കരയിൽ നിന്ന്, മലങ്കരയുടെ മാണിക്യമായി ഇതാ മലങ്കരയിൽ നിന്നൊരു മഹാൻ, ഈ വാഹനത്തിന് പിന്നാലെ ഇതാ മലങ്കര സഭാ അസുരൻ എത്തുന്നു, ഇങ്ങനെയൊന്നും പറഞ്ഞ് അവിടെ ആരും സ്വീകരിച്ചുമില്ല, സൽക്കരിച്ചില്ല, ഒന്നുമില്ല. മര്യാദയ്ക്ക് അവർ ഭക്ഷണം കൊടുത്തു, സ്വീകരിച്ചു, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഇവനങ്ങ് പറയോ അവിടെ എല്ലാം വലിയ സ്വീകരണമായിരുന്നു, വെട്ടിക്കെട്ട്, പഞ്ചാരിമേളം. ഇവന്റെ ഓരോ മണ്ടത്തരം. ഇവനെ ഏതാ ഈ സംസാരിക്കുന്ന കോശവൻ? ഇവന്മാർ ഇപ്പൊ പറയുന്നുണ്ടെന്ന് തോന്നില്ല. ഇവന്മാർ തള്ളി ഈ തള്ളൽ ഫാക്ടറിയുള്ളവന്മാരൊക്കെ പറയുന്നുണ്ട്, അല്ലാതെ എഴുതറിയുള്ളവരെന്ന് പറയുന്നില്ല. വട്ടശ്ശേരി തിരുമേനി 1923 ഈ മൂസലിലെ മർത്തോമാസ്ലിഹയുടെ നാമത്തിലുള്ള പള്ളിയിലാണ് ഈ സ്വീകരണം നടക്കുന്നത്. അതിന്റെ ഫോട്ടോ നമ്മുടെ ഉള്ള പല പള്ളികളിലും പല തയ്യാറാകളിലും പല ആശ്രമങ്ങളിലും ഒക്കെ തിരുമേനി പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഇതുപോലെ സ്വീകരണം നടന്നിട്ടുണ്ടാവും. ഭയങ്കര. അപ്പൊ ഇവിടെ ഇത്രയാണ് ഈ ചിത്രം കാണിച്ചിട്ട് ഇവര് പരത്തുന്ന തെറ്റിദ്ധാരണ. വട്ടശ്ശേരിയിൽ ദീവന്നാസ്യോസിന്റെ മൊസൂൾ യാത്രയെ സംബന്ധിച്ചാണ് തെറ്റിദ്ധാരണ വരുത്തുന്നത്. അത് കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഈ സംഗതി ഇത് കണ്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞു. ഇത് പറയേണ്ട അർത്ഥമൊന്നുമില്ല. ഇതിന്റെ കാരണം ഇദ്ദേഹം മുടക്കപ്പെട്ടവനായിരുന്നു. തന്നെ മുടക്കിയ അബ്ദുള്ള പാത്രക്കീസിന്റെ കാലശേഷം പുതിയ പാത്രക്കീസ് അധികാരമേറ്റു എന്നറിഞ്ഞുകൊണ്ട് പുതിയ പാത്രക്കീസിനെ തെറ്റിദ്ധരിപ്പിച്ച് മുടക്ക് മാറ്റി കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇദ്ദേഹം മൊസൂൾ വരെ ഒന്ന് പോയിരുന്നു. അവർ വളരെ ഔദാര്യപൂർവ്വം സ്വീകരിച്ചു. തങ്ങളുടെ പതിവ് പോലെ വലിയ 2 ഗുണ്ടകളുമായിട്ടാണ്, അത് കുന്നംകുളംകാർ ഗുണ്ടകളാണ്, കുന്നംകുളംകാര് 2 ഗുണ്ടകളെ കൊണ്ട് പോയെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അവരുടെ ഗുണ്ടായുസത്തിന്റെ ബാക്കി പത്രമാണല്ലോ ആനപ്പാപ്പിയൊക്കെ, വലിയ ഗുണ്ടകളായിരുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സിലെ ഗുണ്ടകൾ എന്നൊരു പുസ്തകം ഇറക്കുന്നത് നല്ലതായിരിക്കും. ഇന്ത്യൻ ഓർത്തഡോക്സിൽ എല്ലാ കാലത്തും വലിയ ഗുണ്ടകളുണ്ട്, വലിയ ഗുണ്ടാ സംഘം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഗുണ്ടകളുമായിട്ട് സഞ്ചരിക്കുന്ന ഗുണ്ടകളുടെ ഒരു കൂട്ടായ്മ, നമ്മൾ പറഞ്ഞല്ല, ഈ ആരോപണമല്ല, ഇദ്ദേഹം തന്നെ പറഞ്ഞാണ് 2 ഗുണ്ടകളെ കൊണ്ടുപോയത്. അതിന് കാരണം പറഞ്ഞത് സുറിയാനിക്കാർ വല്ല കയ്യേറ്റവും ചെയ്താലോ എന്ന് പേടിയായിരുന്നു. സുറിയാനിക്കാർ അങ്ങനെ ആരെയും കയ്യേറ്റം ചെയ്യുന്നവരൊന്നും അല്ല. അവർ വളരെ സ്നേഹത്തോടെ ഔദാര്യപൂർവം ഇദ്ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ ഒരു പടം എടുത്തു. ആ പടമാണ് നിങ്ങൾ ഈ കാണുന്ന പടം. അല്ലാതെ വട്ടശ്ശേരിക്ക് അവിടെ വലിയ സ്വീകരണം കിട്ടിയിട്ടൊന്നുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് വട്ടശ്ശേരിയിൽ ഗീവറീസ്, വട്ടശ്ശേരിയിൽ മൽപ്പാന്റെ മൂസൽ യാത്ര, വട്ടശ്ശേരി മൽപ്പാന്റെ മൂസൽ യാത്രയും വട്ടശ്ശേരി മൽപ്പാന്റെ മൂസൽ യാത്രയിൽ ലഭിച്ച സ്വീകരണവും ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചിത്രത്തെ പറ്റി പറയുവാൻ. ആ ചിത്രത്തെ പറ്റി ഇവരങ്ങ് എന്ത് ചെയ്യാണ്, സങ്കല്പിക്കുകയാണ്, കഥ മെനയുകയാണ്. വലിയ സ്വീകരണം അദ്ദേഹത്തിന് കിട്ടിക്കാണും, വേറെ പള്ളിയിലും കിട്ടിക്കാണും, അതിൻ്റെ ഒന്നും ചിത്രമില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ കിട്ടിക്കാണുമെന്ന് ഊഹിച്ചുകൊണ്ട് വോയിസ് ക്ലിപ്പ് ഇറക്കുകയാണ്. ഇവര് പറയുന്ന നുണകൾ മുഴുവൻ അന്ത്യോക്യയുടെ പരിശുദ്ധ പാത്രീർക്കീസുമാർക്ക് എതിരായിട്ടാണ്, വ്യക്തിപരമായിട്ട് കാലാകാലങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതേറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വട്ടശ്ശേരിയിൽ ദിവന്നാസ്യോസ് ആണ്. വട്ടശ്ശേരി ദിവന്നാസ്യോസ് അബ്ദുള്ള പാത്രക്കീസിനോട് പറഞ്ഞു, എന്നെ പിൻഗാമിയായിട്ട് വാഴിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സുറിയാനി സഭയിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. ഒരാൾ കാലം ചെയ്താൽ അത് പകരം ആ സ്ഥാനത്തേക്ക് നിയോഗിക്കാം, അല്ലെങ്കിൽ സ്ഥാനഭ്രഷ്ടനാക്കണം. ഒരാൾ സ്ഥാനത്തിരിക്കുമ്പോൾ പിൻഗാമിയെ വാഴിക്കുന്നു. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് പിന്നീട് ഇന്ത്യൻ ഓർത്തഡോക്സുകാർ നിയുക്ത കാതോലിക്ക എന്ന് പറഞ്ഞ് ഒരാളെ തിരഞ്ഞെടുത്ത്. സുറിയാനി സഭയുടെ പാരമ്പര്യമല്ലെന്ന് അബ്ദുള്ള പാത്രക്കീസ് പറഞ്ഞു. അതുകൊണ്ട് മത്സരം എന്ന നിലയ്ക്കാണ് അവർ നിയുക്ത കാതോലിക്കയെ നിയമിച്ചത്. അങ്ങനെ ഒരു നിയുക്ത കാതോലിക്കയെ നിയമിക്കുന്നതോ നിയുക്ത മലങ്കര മെത്രാപ്പോലീത്തയെ നിയമിക്കുന്നതൊന്നും സുറിയാനി പാരമ്പര്യമല്ല എന്ന് അന്ന് അബ്ദുള്ള പാത്രക്കീസ് പറഞ്ഞതിന്റെ വൈരാഗ്യമാണ്, അതിന്റെ ബാക്കിപത്രമാണ് മലങ്കരയിൽ നടന്ന കലഹങ്ങൾ, കലാപങ്ങൾ, ഭിന്നതകൾ,
ഈ തകർച്ചകൾ മുഴുവനും. ഞാൻ ഈ വാക്കുകളെ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മാത്രം ഓർക്കുക. അന്ന് മഹാപരിശുദ്ധനായ പരിമല തിരുമേനി മുഖദർശനം നിഷേധിച്ച് മടക്കി അയക്കാൻ ശ്രമിച്ചിട്ടും സ്ഥിരോത്സാഹത്തോടെ മുഖദർശനം തരപ്പെടുത്തി തൻ്റെ ആഗമനോദ്ദേശം അറിയിച്ചപ്പോൾ അക്കരെ സി ജെ കുര്യനോട് പരിമല തിരുമേനി 3 പ്രാവശ്യം അരുത് എന്ന് പറഞ്ഞതാണ്. ആ വാക്ക് സി ജെ കുര്യൻ കൈക്കൊണ്ടിരുന്നെങ്കിൽ മലങ്കര സഭയുടെ ഗതി മറ്റൊന്നായി മാറിയനെ എന്ന് നമ്മൾ ഓർക്കുക. കാലാകാലങ്ങളിൽ പല ആളുകൾക്കും അങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്, ചരിത്രപരമായ വങ്കത്തങ്ങൾ. അത്തരത്തിലുള്ള അബദ്ധങ്ങളെ പറ്റി നമുക്ക് വീണ്ടും കേൾക്കാം. അതുവരേക്കും വണക്കം.